വലിയൊരു കുഴിയിൽ ചാടിപ്പോ. ഓ അപ്പൊ വീണില്ല കുഴിയിൽ ചാടിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഭാഗ്യം ഇത്രയിലേ ആയുള്ളല്ലേ. വലിയ കുഴിയല്ലേ? വലിയ കുഴിയാ. ആവൂ. മാഡം, ലാബിലെ ടെസ്റ്റിന്റെ റിസൾട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ലാബ് നെക്സ്റ്റ് ബിൽഡിങ്ങില് 3ാമത്തെ നിലയിലാ. ഡോക്ടേഴ്സ് ലാബ്. അതല്ല സാറേ, അതല്ല, അതെനിക്കറിയാം. ഇത് ഈ വിജിലൻസിന്റെ ഓഫീസല്ലേ? അതെ. മാഡം, ഞാനേ ഇവിടെ റോഡിലെ കുഴീനെ കുറിച്ചിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ടായി. അപ്പൊ പരാതി കൊടുത്ത ഇവിടുത്തെ ലാബിൽ നിന്ന് ആള് വന്നിട്ട് ആ കുഴിയുടെ ആഴവും വീതിയും മെറ്റലും ടാറും ഒക്കെ ചിരണ്ടി എടുത്ത് പരിശോധിച്ചിട്ട് ഒരു റിപ്പോർട്ട് തരുമെന്ന് പറഞ്ഞായിരുന്നു. ആ റിസൾട്ട് വാങ്ങാൻ വന്നാണ്. ആ റിസൾട്ട് എങ്ങനെയാ നിങ്ങൾക്ക് തരാ? അതെ, നിങ്ങൾ ഈ ബ്ലഡ് കൊണ്ടുപോയിട്ട് ലാബിൽ കൊടുത്തിട്ട് കൊളസ്ട്രോൾ ഉണ്ടാ ഷുഗർ ഉണ്ടാന്ന് പിറ്റേ ദിവസം ചെന്ന് തിരക്കും പോലെ അല്ല ഇത് റോഡല്ലേ. കുഴിയുടെ ആഴം നോക്കണം, മെറ്റലും ടാറൊക്കെ കറക്റ്റ് ആണോ അതൊക്കെ നോക്കണ്ടേ. അതിന് കുറച്ച് സമയം എടുക്കും. പുതിയ റോഡാണ് മാഡം, അതിൽ കുഴി വന്ന് വീണിട്ടാണ്. ഇത് കണ്ട, കയ്യും കാലും പെടലിയൊക്കെ പോയിരിക്കാണ്. അതായിക്കോട്ടെ, പക്ഷെ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. ആ റിപ്പോർട്ട് അത് ആയാൽ തന്നെ നിങ്ങളെ കയ്യിൽ തരൂല. ഇത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റാ. വളരെ വിജിലന്റായി അന്വേഷിച്ചിട്ട് പോകേണ്ടടുത്തൊക്കെ പോയി അന്വേഷിച്ചിട്ട് വിജിലന്റായ ഒരു റിപ്പോർട്ട് തരും. അത് ഡയറക്ടർക്ക് അയക്കും. ഡയറക്ടർ അടുത്ത് പോയിട്ട് നിങ്ങൾ കാണിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും. എന്റെ പേരെന്താണ്? എന്റെ ഒരു പ്യാരിജാതൻ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഡയറക്ടർ വന്ന് കണ്ടോ. ഞാൻ 1.5 മാസമായി പരാതി വന്നതിന്റെ പുറകെ നടക്കണം. ശരിയാണ്, ഇവിടെ കുറെ തിരക്കുകളുണ്ട്, അതാണ് ഈ പ്രശ്നേ. അപ്പൊ നിങ്ങൾ ഈ ടോൾ ഫ്രീ നമ്പറൊക്കെ കൊടുത്തിട്ട് ഓപ്പറേഷൻ സരൽ രാസ്ത 2 എന്നൊക്കെ പറഞ്ഞിട്ട് നടപടി ഇല്ലല്ലോ മാഡം? ഇത് അതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. വെറുതെ പറയണതല്ല. കുറച്ചു ദിവസം കഴിഞ്ഞ് ഡയറക്ടർ വന്ന് കണ്ടോ, എല്ലാം റെഡി ആയിണ്ടാവും. ഡയറക്ടറെ കാണാന്നാ? അല്ല, ഈ സാറിന്റെ കഴുത്തിന് എന്ത് പറ്റി? അത് ഡെങ്കിപ്പനി വന്നിട്ട് ആയിപ്പോയതാ. ഒരു പരാതി കൊടുക്കാറുന്നില്ലേ? ആർക്ക്? ഓപ്പറേഷൻ സരൽ രാസ്ത 2 കൊതുകിനെതിരെ. അപ്പൊ ഇങ്ങനെ നടക്കായിരുന്നു. മേഡം, പുറത്ത് വല്ലാതെ ചൊറിച്ചിൽ ആവുന്നില്ല. ഒന്ന്